കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഹൈക്കോടതി വിധിയെക്കുറിച്ചിട്ടാണ്. അത് ഡിവോഴ്സ് കിട്ടാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിട്ട് പോലും പരിഗണിക്കാൻ ചാൻസ് ഉള്ള ഒരു ഹൈക്കോടതി വിധിയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വിധി എന്താ നമ്മളത് ആദ്യം പറയാം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വിധി ഇങ്ങനെയാണ് വന്നേക്കുന്നത്: കമ്പല്ലിംഗ് വൈഫ് ടു ഡിസ്കണ്ടിന്യൂ സ്റ്റഡീസ് ആഫ്റ്റർ മാരേജ് ഇക്വാലന്റ് ടു ഡിസ്ട്രോയിങ് ഹെർ ഡ്രീംസ് എമൗണ്ട്സ് ടു ക്രൂവാലിറ്റി എന്നാണ് പറയുന്നത്. അതായത് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി പഠനത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കല്യാണം കഴിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ പറയുവാനായിട്ടുള്ള അവകാശമില്ല. അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്രൂവാലിറ്റി അല്ലെങ്കിൽ ക്രൂരതയായി കണക്കാക്കാമെന്നും അത് ഡിവോഴ്സ് കിട്ടുവാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് പോലും പരിഗണിക്കാം എന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? അതായത് കമ്പല്ലിംഗ് വൈഫ് ടു ഡിസ്കണ്ടിന്യൂ സ്റ്റഡീസ് ആഫ്റ്റർ മാരേജ് ഇക്വാലന്റ് ടു ഡിസ്ട്രോയിങ് ഹെർ ഡ്രീംസ്. അവളുടെ സ്വപ്നങ്ങളാണ് നമ്മൾ നശിപ്പിച്ച് കളയണത്. അങ്ങനെ സ്വപ്നങ്ങൾ നശിപ്പിച്ച് കളയണത് എന്തിന് ഈക്വലൻ്റാണ്? ക്രൂവാലിറ്റിക്ക് ഈക്വലൻ്റ് ആയിട്ടാണ് കോടതി പറയണത്. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസമില്ലാത്തതും സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത ഒരാളോടൊപ്പം ജീവിക്കാൻ പെൺകുട്ടികളെ നിർബന്ധിക്കരുത് എന്നും കോടതി പറയുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ സ്വയം നവീകരണങ്ങൾ വരുത്തുവാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് താല്പര്യമില്ലാതെ ഇങ്ങനെ തെക്കുവടക്ക് മടക്കുന്ന ഒരാളോടൊപ്പം തുടർന്ന് ജീവിക്കുവാനായിട്ട് ഇപ്പോഴത്തെ നന്നായി പഠിക്കുന്ന മിടുക്കികളായിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ നിർബന്ധിക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയും ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വിവാഹമോചനത്തിന് കാരണമായി പരിഗണിക്കും. എന്ന് മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെൻറ്റൻസും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് എബൌട്ട് പ്രിപ്പയറിംഗ് ഫോർ ലൈഫ് ബട്ട് ഇറ്റ് ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. പഠനം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല, അതെന്താണ്? ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പഠനം. നമ്മൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ലോകത്തിൻ്റെ ഒപ്പം തന്നെ അപ്ഡേറ്റഡ് ആവാനായിട്ട് എല്ലാ പെൺകുട്ടികളും ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്ന പെൺകുട്ടികളെ തടയുന്ന ആണുങ്ങളുടെ കൂടെ നിൽക്കുവാനായിട്ട് അവർ നിർബന്ധിക്കരുത്. അത് ഡിവോഴ്സ് മേടിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിട്ടും പരിഗണിക്കാം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വിധിക്ക് 2 ആസ്പെക്റ്റ് ഉണ്ടാകാം. അത് നിങ്ങളെ വിട്ടുതരുന്നു. പക്ഷേ ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.